ഹായ് ഡിയേഴ്സ്, വളരെ അടിപൊളിയായിട്ട് നിങ്ങൾ നിങ്ങളുടെ പുതിയ വർഷം ആരംഭിച്ചിരിക്കുകയായിരിക്കും അല്ലേ. കുറെ മക്കള് പുതിയ സ്കൂളിലൊക്കെ ആയിരിക്കും ജോയിൻ ചെയ്തിരിക്കുന്നത്. സോ പുതിയ ഫ്രണ്ട്സ് ആയിരിക്കും, പുതിയ അറ്റ്മോസ്ഫിയർ ആയിരിക്കും. ബാക്കി കുറെ ആളുകൾ പഴയ സ്കൂളിലേക്ക് തിരിച്ചു പോയൊരു ടൈം ആയിരിക്കും. നിങ്ങളുടെ പഴയ ഫ്രണ്ട്സിനെ, പഴയ ടീച്ചേഴ്സിനെയൊക്കെ വീണ്ടും കാണാൻ കിട്ടിയ ഒരു ചാൻസ് ആയിരിക്കും. സോ വളരെ അടിപൊളിയായിട്ട് ഈ വർഷം സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. പക്ഷേ ഈ വർഷം, കഴിഞ്ഞ വർഷം ചിലപ്പോൾ നിങ്ങൾക്കൊരു പ്രോപ്പർ ടൈം ടേബിൾ കയ്യിലുണ്ടാവില്ല അല്ലെ. ഓരോ ദിവസം എന്ത് ചെയ്യണമെന്ന് ഒരു ടൈം ടേബിൾ കാണില്ല. ഇനി വേറെ ചില ആളുകളുണ്ട്, ഒരു കറക്റ്റ് ആയിട്ടുള്ള ടൈം ടേബിൾ ഉണ്ടാക്കി വെക്കും, പക്ഷെ അത് ഫോളോ ചെയ്യാനായിട്ട് സാധിക്കില്ല. ഓക്കെ, ടൈം ടേബിൾ ഒക്കെ സെറ്റായി നാളെ തൊട്ട് ഞാൻ അടിപൊളിയാണ്, നല്ല ടൈം ടേബിൾ ഒക്കെ ഫോളോ ചെയ്ത് ക്ലാസ്സിൽ ടോപ്പർ ആകും എന്നൊക്കെ കുറേ ആഗ്രഹങ്ങളൊക്കെ കാണും. പക്ഷെ ടൈം ടേബിൾ സെറ്റ് ചെയ്ത് വെക്കുന്നല്ലാതെ അത് ഫോളോ ചെയ്യില്ല. ഓക്കെ, ഞാനൊക്കെ ചെറിയ ടൈമിൽ ആ ഒരു കാറ്റഗറി ആയിരുന്നു. ടൈം ടേബിൾ ഒക്കെ സെറ്റ് ചെയ്ത് പ്രിപ്പേർഡ് ആയി ഭയങ്കര മോട്ടിവേറ്റഡ് ആയിട്ടിരിക്കും, പക്ഷെ കറക്റ്റ് ആയിട്ട് ആ ടൈം ടേബിൾ ഫോളോ ചെയ്യില്ല. പക്ഷെ മക്കളെ, നമുക്ക് ആദ്യം വേണ്ടത് കൃത്യമായ ഒരു ടൈം ടേബിൾ ആണ്. ഓരോ സമയവും നിങ്ങൾ എന്ത് ചെയ്യും, എങ്ങനെ യൂട്ടിലൈസ് ചെയ്യും, എത്ര ടൈം പഠനത്തിന് മാറ്റിവെക്കും, എത്ര ടൈം ഉറക്കത്തിന് മാറ്റിവെക്കും, ഇതൊക്കെ കറക്റ്റ് ആയിട്ട് നിങ്ങൾ പ്ലാൻ ചെയ്യുക. രണ്ടാമത്തെ കാര്യം, അത് പ്രോപ്പറായിട്ട് കറക്റ്റ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ്. അത് കറക്റ്റായിട്ട് നടത്തി പോരുക. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓരോ ദിവസവും ടൈം എങ്ങനെ മാനേജ് ചെയ്യാം, എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാമെന്ന് മിസ് ചെറിയൊരു ടൈം ടേബിൾ തരാൻ പോവാണ്. ആവശ്യമുള്ള മക്കൾക്ക് ഫോളോ ചെയ്യാം. ഇനി ടൈം ടേബിൾ ഒക്കെ ഉണ്ടാക്കി സമയം കളയണ്ട. സോ ആദ്യം എന്ത് ചെയ്യുന്നെന്ന് വെച്ചാൽ, സ്കൂളിൽ നിന്ന് പോയി വന്നു കഴിഞ്ഞുള്ള ടൈം തൊട്ടാണ് ഞാൻ പറയുന്നത്. രാവിലെ ഇത്ര ടൈം എണീക്കാന്ന് തൊട്ടിട്ടല്ല. ഇപ്പൊ സ്കൂളിൽ പോയിട്ട് തിരിച്ചു വരുന്ന മക്കളായിരിക്കും ചിലപ്പോൾ ഈ വീഡിയോ കാണുന്നത്. സോ നിങ്ങൾ ചിലപ്പോൾ ഒരു 5 മണിക്ക് അല്ലെങ്കിൽ 6 മണിക്ക് വീട്ടിൽ തിരിച്ചെത്തും. 4:30 വീട്ടിൽ, തൊട്ടടുത്ത് സ്കൂളിലുള്ള മക്കളാണ് ചിലപ്പോൾ 4:30 തിരിച്ചെത്തും അല്ലെ. വീട്ടിൽ തിരിച്ചെത്തി ആ ഒരു ടൈം നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ, ഫുഡ് കഴിക്കാനുണ്ടാവും അല്ലെ, സ്നാക്സോ ടീയോ ഒക്കെ കാണും, കുളിക്കാനുണ്ടാകും, ഫ്രണ്ട്സുമായിട്ട് കളിക്കാൻ പോകാനുണ്ടാകും, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടാകും. ഇതൊക്കെ കഴിഞ്ഞ് പ്രെയർ ഒക്കെ കഴിഞ്ഞ് നിങ്ങൾ എത്ര മണിക്ക് തിരിച്ചെത്തുക? 7 മണിയാകുമ്പോൾ നിങ്ങളുടെ പഠനമുറിയിലെത്തുക. നിങ്ങളുടെ ടേബിളിൽ 7 മണിന്നൊരു സമയമുണ്ട് മക്കൾ പഠിക്കുന്ന നിങ്ങളുടെ ടേബിളിന്റെ ഫ്രണ്ടിൽ ഉണ്ടായിരിക്കണം. ആൻഡ് 7 തൊട്ടൊരു 3/4 മണിക്കൂർ, ഒരു 45 മിനിറ്റ്സ് കോൺസെൻട്രേറ്റ് ചെയ്ത് ശ്രദ്ധിച്ച്, എവിടെ ശ്രദ്ധിച്ച്? പഠനത്തിൽ മാത്രം ശ്രദ്ധിക്കുക. ഈ 45 മിനിറ്റ്സ് നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി മാത്രമുള്ള ടൈമാണ്. സോ 7 to 7:45 നമ്മൾ പഠിക്കുക. പഠിക്കാനിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ടഫായിട്ട്, ഏറ്റവും പ്രയാസമേറിയ സബ്ജക്റ്റ് ആദ്യം തിരഞ്ഞെടുക്കാം. ഓക്കെ, കാരണം പിന്നീട് അങ്ങോട്ട് പോകുന്ന ടൈമിൽ ചിലപ്പോൾ നമുക്ക് ചെറുതായിട്ട് ഉറക്കമൊക്കെ വരും. അപ്പോൾ ബുദ്ധിമുട്ടുള്ള സബ്ജക്റ്റ് ഹാൻഡിൽ ചെയ്യാൻ കുറച്ച് പ്രയാസമായിരിക്കും. സോ ഏറ്റവും ടഫായിട്ടുള്ള സബ്ജക്റ്റ് ഒന്നുകിൽ സെലക്ട് ചെയ്യാം, ചൂസ് ചെയ്യാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, അന്ന് സ്കൂളിൽ ഏതൊക്കെ സബ്ജക്ട്സ് ആണോ പഠിപ്പിച്ചത്, ടീച്ചർ നിങ്ങളെ പഠിപ്പിച്ച ആ വിഷയങ്ങൾ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്. ഓക്കെ, യെസ്, ആ പഠിപ്പിച്ച കാര്യങ്ങൾ അന്നു തന്നെ പഠിക്കുക, അത്രേ ഉള്ളൂ. ആൻഡ് 7:45 തൊട്ട് ഒരു 50 മിനിറ്റ്സ് നമ്മൾ എന്തെടുക്കണം? ബ്രേക്ക് എടുക്കണം. ഓക്കെ, ഒരു 15 മിനിറ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് പാട്ട് കേൾക്കാം, അല്ലെങ്കിൽ വെറുതെ റൂമിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാം, അല്ലെങ്കിൽ ആ 15 മിനിറ്റ് വേണേൽ TV കാണാം. TV കാണുന്ന ടൈമിൽ മൂവീസ് ഒന്നും പോയി കാണാതിരിക്കുക. കാരണം ചിലപ്പോൾ അതിൻ്റെ ബാക്കി കേൾക്കാനായിട്ട് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് കാണും. സോ ബാക്കി കേൾക്കാൻ മനസ്സ് തോന്നും. പഠിക്കാൻ തിരിച്ചു പോയിരിക്കുമ്പോഴും അയ്യോ സിനിമയുടെ ബാക്കി എന്തായെന്നായിരിക്കും ചിന്ത. സോ മൂവീസ് ഒന്നും ഓപ്റ്റ് ചെയ്യാതെ വേണമെങ്കിൽ കാർട്ടൂൺസോ അല്ലെങ്കിൽ പാട്ട് കേൾക്കാം. ഓക്കെ, എന്ത് വേണമെങ്കിലും ചെയ്യാം. ബുക്സ് വായിക്കാം, നടക്കാം, ഓടാം, ചാടാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. സോ ഒരു 15 മിനിറ്റ് ബ്രേക്ക് എടുക്കുക. കാരണം ഒരിക്കലും മക്കൾക്ക് അരമണിക്കൂറിൽ കൂടുതൽ അല്ലെങ്കിൽ 3/4 മണിക്കൂറിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് 100% ശ്രദ്ധയോടെ പഠനത്തിൽ ഇരിക്കാനായിട്ട് സാധിക്കില്ല. അത് പ്രൂവ്ഡ് ആയിട്ടുള്ള കാര്യമാണ്. സോ ഒരു 3/4 മണിക്കൂർ മാക്സിമം നിങ്ങൾ പഠിച്ചിട്ട് പിന്നെ ഒരു 15 മിനിറ്റ് തീർച്ചയായിട്ടും ബ്രേക്ക് എടുക്കുക. വേണേൽ സ്നാക്സ് ഒക്കെ കഴിക്കുക ആ ടൈമിൽ. ഓക്കെ, യെസ്. ആൻഡ് വീണ്ടും 8:30 നിങ്ങൾ തിരിച്ച് എവിടെ എത്തണം? 8 മണിക്ക് തിരിച്ച് നിങ്ങളുടെ ടേബിളിൽ തന്നെ എത്തണം. ഓക്കെ, നിങ്ങളുടെ റൂമിൽ, നിങ്ങളുടെ പഠനമുറിയിൽ എത്തുക. 8 മണി തൊട്ട് 8:30 വരെ വീണ്ടും പഠിക്കുക. അന്ന് പഠിപ്പിച്ച സബ്ജക്ട്സുകളാകാം. അത് അന്നന്ന് പഠിപ്പിക്കുന്നത് അന്നന്ന് പഠിച്ചാൽ വളരെ എളുപ്പത്തിൽ പഠിക്കാൻ സാധിക്കും. ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് അതെടുത്ത് നോക്കുന്നതെങ്കിൽ ഈ പ്രോബ്ലംസ് ഒക്കെ എങ്ങനെ വന്നു, ഈ സ്റ്റെപ്പ് കഴിഞ്ഞ് അടുത്ത സ്റ്റെപ്പിലേക്ക് എങ്ങനെ കയറി എന്നൊക്കെ സംശയം വരാം. സോ അന്ന് പഠിപ്പിക്കുന്നത് അന്ന് തന്നെ പഠിക്കുക. നെക്സ്റ്റ് 8:30 to 9 ആണ് ഫുഡിൻ്റെ ടൈമാണ്. നിങ്ങൾക്ക് ഫുഡ് കഴിക്കാം. അരമണിക്കൂർ സുഖമായിട്ടുണ്ട്. ഫുഡ് കഴിക്കുന്ന ടൈമാണ്. ഫുഡ് കഴിച്ചിട്ട് 9 തിരിച്ചെത്തുക. വീണ്ടും നമ്മൾ പഠിത്തത്തിലേക്ക് കയറുകയാണ്. 9 തൊട്ട് 9:30 വരെ അന്ന് പഠിപ്പിച്ച കാര്യങ്ങൾ വീണ്ടും പഠിക്കുക. ദെൻ ഒരു 5 മിനിറ്റ്സ് ബ്രേക്ക് എടുക്കുക. 5 മിനിറ്റ് എന്ത് ചെയ്യുക?
ബ്രേക്കാണ്, പാട്ട് കേൾക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. വേണമെങ്കിൽ എണീറ്റ് 5 മിനിറ്റ് റൂമിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കാം, 5 മിനിറ്റ് കൂടുതൽ എടുക്കരുത്. ആൻഡ് ദെൻ 9:35 to 10 PM ഈ ഒരു സമയത്ത് മക്കൾക്ക് എന്ത് ചെയ്യാം? അന്ന് എന്തായാലും ടീച്ചേഴ്സ് ഹോംവർക്ക്സ് ഒക്കെ തരും അല്ലേ? തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഹോംവർക്ക്സ് ഉണ്ടായിരിക്കും. മാത്സ് ആണ്, എല്ലാ ദിവസവും ഹോംവർക്ക് ഒക്കെ കാണും. സോ ആ ഹോംവർക്കുകൾ ചെയ്യുക. എല്ലാം പഠിച്ചതിന് ശേഷമാണ് ഹോംവർക്ക് ചെയ്യുന്നത്. സോ വളരെ എളുപ്പത്തിൽ ആരുടെയും ഹെൽപ്പ് ഇല്ലാതെ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. ആൻഡ് ഇനി 10 മണി തൊട്ട് 6 മണി വരെ നിങ്ങളുടെ ഉറക്കത്തിൻ്റെ ടൈമാണ് കേട്ടോ. 8 മണിക്കൂർ ഉറങ്ങുക മാക്സിമം, അല്ലെങ്കിൽ മിനിമം 8 മണിക്കൂറെങ്കിലും മക്കൾ കറക്റ്റായിട്ട് ഉറങ്ങുക. അത് നിങ്ങളുടെ ഹെൽത്തിന് ആവശ്യമുള്ള കാര്യമാണ്, നന്നായി പഠിക്കാൻ അത് ആവശ്യമാണ്. സോ 8 മണിക്കൂറെങ്കിലും മാക്സിമം ഉറങ്ങുക, 10 മണിക്ക് കിടക്കുക, 6 മണിക്ക് എണീക്കുക. ആൻഡ് ഇതിനിടയ്ക്ക് ഒരു ബ്രേക്കിൻ്റെ കാര്യം പറഞ്ഞാലേ, 15 മിനിറ്റ് ഒരു ബ്രേക്ക് നമ്മൾ എടുത്തിരുന്നു പഠനത്തിൻ്റെ ഇടയ്ക്ക്, അതേപോലെ ഒരു 5 മിനിറ്റ്സും എടുത്തിരുന്നു. ആ ഒരു സമയത്ത് ദയവ് ചെയ്ത് മക്കൾ എന്ത് ചെയ്യാതിരിക്കുക? ബെഡിൽ പോയി കിടക്കാതിരിക്കുക. ചിലപ്പോൾ ക്ഷീണം കൊണ്ട് ഞാൻ 3/4 മണിക്കൂർ പഠിച്ചു, ഇനി കുറച്ച് നേരം 15 മിനിറ്റ് സമയമില്ലേ ഒന്ന് കിടക്കാന്ന് കരുതരുത്. കിടന്നാൽ ഉറപ്പായിട്ടും ചിലപ്പോൾ നിങ്ങൾ ഉറങ്ങിപ്പോകും. നൈറ്റ് ടൈം ആണ്, സ്കൂളിൽ പോയ ക്ഷീണം, പ്ലേ ഗ്രൗണ്ടിൽ കളിച്ച ക്ഷീണം, പഠിച്ച ക്ഷീണം ഒക്കെ ഉണ്ട്. സോ നിങ്ങൾ ഉറങ്ങിപ്പോകാനുള്ള നല്ല ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ദയവ് ചെയ്ത് ബ്രേക്ക് ടൈമിൽ എന്ത് ചെയ്യരുത്? ഒരിക്കലും ഉറങ്ങാനായിട്ട് അല്ലെങ്കിൽ ബെഡിൽ കിടക്കാന്ന് കരുതരുത്. തീർച്ചയായിട്ടും ഉറങ്ങിപ്പോ, അനുഭവം കൊണ്ട് പറയുന്നതാണ്. സോ എന്ത് ചെയ്യരുത്? ബ്രേക്ക് ടൈമിൽ ഒരിക്കലും പോയി ബെഡിൽ പോയി കിടക്കാതിരിക്കുക. ഒന്നുകിൽ ഓടുക, നടക്കുക, മുഖം ഒന്ന് വാഷ് ചെയ്യാം, അല്ലെങ്കിൽ എന്താ പാട്ട് കേൾക്കാം, ഒക്കെ നിങ്ങൾക്ക് ചെയ്യാം. ആൻഡ് 6 മണിക്ക് എന്ത് ചെയ്യുന്നു? 6 മണിക്ക് നമ്മൾ എണീക്കുന്നു. 6 മണി തൊട്ട് 6:30 വരെ നിങ്ങൾക്ക് ഫ്രഷ് ചെയ്യാനുള്ള സമയമാണ്, ഫ്രഷ് അപ്പിനുള്ള സമയമാണ്. ബ്രഷ് ചെയ്യാം അല്ലെ, മോർണിംഗിലെ ആക്ടിവിറ്റീസ് ഒക്കെ നടത്താം. യോഗ ചെയ്യുന്ന ആൾക്കാർ കാണും, എക്സസൈസ് ചെയ്യുന്ന ആൾക്കാർ കാണും. ഇതൊക്കെ 6 മണി തൊട്ട് 6:30 വരെ നിങ്ങൾ എന്ത് ചെയ്യുക? 6:30ക്ക് സ്റ്റഡി ടേബിൾ ഉണ്ടായിരിക്കണം. 6:30 തൊട്ട് 7:15 വരെ 45 മിനിറ്റ്സ് ഉണ്ട്, 45 മിനിറ്റുകളുണ്ട്. ഈ 45 മിനിറ്റ്സും തലേദിവസം പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്യുക, ഒന്നുകൂടി പഠിച്ച് മെമ്മറൈസ് ചെയ്യുക, ഓർമ്മിച്ചെടുക്കുക, വീണ്ടും വീണ്ടും പഠിക്കുക. ആൻഡ് ദെൻ 7:15 തൊട്ട് വീണ്ടും 15 മിനിറ്റ് മക്കൾക്ക് ബ്രേക്കാണ്. നടക്കാൻ പോകേണ്ടവർക്ക് നടക്കാൻ പോവാം, മുറ്റത്തൂടൊക്കെ നടക്കാം. നടക്കുന്നത് നമ്മുടെ ഹെൽത്തിനും ഒരു എക്സസൈസ് പോലെയാണ്. പഠനത്തിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? ഒരു ബ്രേക്ക് എടുക്കാനായിട്ട് സാധിക്കും. ദെൻ 7:30 to 8 വീണ്ടും നമ്മുടെ പഠനത്തിൻ്റെ സമയമാണ്. ആൻഡ് 8 മണി തൊട്ട് വൈകുന്നേരം 7 മണി വരെ ഞാൻ പറഞ്ഞു സ്കൂൾ ടൈമാണ്. സ്കൂളിൽ പോകാൻ നിങ്ങൾക്ക് റെഡി ആവണം, ബ്രഷ് ചെയ്യണം അല്ലെ, കുളിക്കണം, റെഡി ആവണം, പുസ്തകങ്ങളൊക്കെ എടുത്ത് വെക്കണം. സ്കൂൾ ബസ് വരും, അല്ലെങ്കിൽ നടന്നു പോകുന്ന മക്കളുണ്ടായിരിക്കും. സോ എല്ലാവരും എന്ത് ചെയ്യുക? അതൊക്കെ റെഡിയാക്കി സ്കൂൾ പോവുക. പിന്നെ സ്കൂൾ ടൈമാണ്. ആൻഡ് എല്ലാം കഴിഞ്ഞ് സ്കൂളിൽ നിന്ന് വന്ന് എല്ലാം കഴിഞ്ഞ് റെഡിയായി 7 മണിക്ക് വീണ്ടും നമ്മുടെ സ്റ്റഡി ടേബിൾ എത്തുക. നമ്മൾ ആദ്യം പറഞ്ഞ ആ ഇൻസ്ട്രക്ഷൻസ്, ആ ടൈം ടേബിൾ ഫോളോ ചെയ്ത് കറക്റ്റായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? പഠനം മുന്നോട്ട് കൊണ്ടുപോവുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ടൈം ടേബിൾ ഫോളോ ചെയ്യാം. ഇനി വെറുതെ ടൈം ടേബിൾ ഉണ്ടാക്കി സമയം കളയണ്ട. ഓക്കെ, അപ്പോൾ നമുക്ക് ആവശ്യത്തിന് പഠിക്കാനുള്ള സമയം കിട്ടുന്നുണ്ട്, കളിക്കാനുള്ള സമയമുണ്ട്, സ്കൂളിൽ പോകാനുള്ള സമയമുണ്ട്. നോക്കി 8 മണി തൊട്ട് 7 മണി വരെ എന്ന് പറയുന്നത് കുറേ ടൈമുണ്ട് അല്ലേ? 11 മണിക്കൂറുണ്ട്. ഈ 11 മണിക്കൂറിൽ നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം? സ്കൂളിലെ കംപ്ലീറ്റ് കാര്യങ്ങൾ ചെയ്യാം, കളിക്കാം, വായിക്കാം, അല്ലെ, എല്ലാം ചെയ്യാം. സോ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് ടൈം മാനേജ് ചെയ്യുക. ഈ വർഷം അടിപൊളിയായിട്ട് നമുക്ക് കൊണ്ടുപോകണം, ഫുൾ മാർക്ക് തന്നെ നേടണം. ഇനി അങ്ങോട്ടേക്ക് പോകുമ്പോൾ വലിയ വലിയ ക്ലാസ്സുകളിലേക്കാണ് കയറുന്നത്. സോ ബേസ് സ്ട്രോങ് ആയിരിക്കണം, അടിത്തറ ശക്തിയുള്ളതായിരിക്കണം. സോ ഈ വർഷം എല്ലാ കുഞ്ഞുമക്കൾക്കും അടിപൊളി വർഷമാകട്ടെ. ഓൾ ദ വെരി ബെസ്റ്റ്. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ഡിയേഴ്സ്.